ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ അങ്ങ് ബോളിവുഡിൽ പോയി പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ബഡേ മിയൻ ആൻഡ് ചോട്ടേ മിയൻ. പുലികളും സിംഹങ്ങളൊക്കെ വാഴുന്ന കാട്ടിലേക്കാണ് പോകുന്നത്. ടൈഗർ ഷ്രോഫ്, അതുപോലെ അക്ഷയ് കുമാർ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതിൽ വില്ലനായിട്ട്, അതും കൊടൂര വില്ലനായിട്ട് വരാൻ പോകുന്ന നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഇതിന്റെ ടീസറിലൊക്കെ വേറെ ലെവൽ സംഭവമായിരുന്നു. മുഖം കാണിച്ചിട്ടില്ല, ട്രെയിലറിലെങ്കിലും കാണിക്കുന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ്. 3 മിനിറ്റ് 32 സെക്കൻഡ് വലുപ്പമുള്ള സാധനമൊക്കെയാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, റെഡി? सबसे खतरनाक दुश्मन वो होता है जिसके अंदर मौत का डर ही ना हो। एक ऐसा दुश्मन जिसका ना नाम हो, ना पहचान और ना चेहरा, जिसका सिर्फ एक लक्ष्य हो, बदला। कौन है तू? प्रलय। എന്റെ പൊന്നു രാജ, മുഖം കാണിക്കും. आप लोगों की एक कीमती चीज में लेके जा रहा हूं. I hope you don't mind. The package is the most powerful and dangerous weapon ever to be made in this country. दुनिया ने इससे बड़ी जंग अब तक नहीं देखी होगी. 3 दिन है तुम्हारे पास. You need to act now. अगर इस साइकोपैथ को पकड़ना है तो हमें इससे भी बड़े 2 साइकोस की जरूरत पड़ेगी. दिल से सोल्जर, दिमाग से शैतान है हम. बच के रहना हमसे, हिंदुस्तान है हम. मैं नॉर्थ कवर करता, आप ईस्ट संभालो. तू क्यों लीड करेगा? Because I'm the best. एक्सपीरियंस और मैच्योर्ड कौन है? यंग और डायनामिक कौन है? पावरफुल एंड परफेक्शनिस्ट कौन है? फास्ट एंड फ्यूरियस कौन है? बड़ा कौन है? इस मिशन में तुम्हारे साथ होंगी कैप्टन मीशा और पैम, आईटी स्पेशलिस्ट और हमारी अंडर. हमने पैकेज को ट्रैक कर लिया है. वो लंदन में एक अंडरग्राउंड वॉल्ट में है. तुम दोनों ऑर्डर्स क्यों नहीं फॉलो करते? मेरा ईगो मेरे टैलेंट से बड़ा है. उनका सबसे बड़ा टैलेंट ही उनका ईगो है. जो तुमने मेरे साथ किया है, अब उसका हिसाब पूरा हिंदुस्तान देगा. You think you're real heroes? Try and stop me. ये मैदान तेरा जरूर होगा, लेकिन इस खेल के सबसे पुराने खिलाड़ी हम हैं. ആ നോക്കൊണ്ട് കാണിക്കൂ. हमारी रेजिमेंट का नाम है लायंस. और इस रेजिमेंट का सोल्जर जितना जख्मी होता है, उतना ज्यादा खतरनाक होता है. हम बहुत पुराने दोस्त हैं एक दूसरे के लिए जान दे भी सकते हैं और एक दूसरे की जान ले भी सकते हैं. പട്ടുവായി അലി അബ്ബാസ് സഫർ 10th ഏപ്രിൽ. എന്റെ മോനെ, ഇത് എന്താണ്? ഇത് കൊലകൊല്ലി പടമാണല്ലോ. അടിയോടടി. ഇത് ഈ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിന്റെ ടീം പൃഥ്വിയുടെ മുഖം മാത്രം ഇപ്പോഴും കാണിച്ചിട്ടില്ല. അതായത് അവർക്കറിയാം ഇതൊരു മെയിൻ പരിപാടിയാണ്. പൃഥ്വിരാജിന്റെ മെയിൻ സംഭവം തന്നെയാണ്, മെയിൻ വില്ലൻ. അത് ടൈഗർ ഷ്രോഫ് ആണെങ്കിലും അക്ഷയ് കുമാർ ആണെങ്കിലും രണ്ടുപേർക്കും മെയിൻ ആയിട്ടൊരു അമ്മാരൊരു ഭടാവമ്പൻ വില്ലൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മലയാളത്തെ സംബന്ധിച്ച് വലിയ സംഭവമാണ്. അപ്പോൾ പൃഥ്വിയുടെ ആ ഒരു ഫേസ് ഇപ്പോഴും ഇവർ റിവീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഇതിന്റെ മെയിൻ എന്താ പറയാ ഒരു രസം. അതായത് അതിന്മേയാണ് ഈ കളി നടക്കുന്നത് മുഴുവൻ. അത് പൃഥ്വിയുടെ ഫേസ് ഇതെങ്ങനെ വരും? കാരണം ആസ് എ മലയാളി, ഓഫ്കോഴ്സ് ഞാൻ ഇത്രയും നേരം നോക്കിയത് മുഴുവൻ പൃഥ്വിന്റെ ഫേസ് വരൂ. ഇല്ല, ഞാനിത് കണ്ടതേ പൃഥ്വിരാജിന് വേണ്ടിയിട്ടാണ്. അത് വേറെ കാര്യം. കാരണം ടൈഗർ ഷ്രോഫ് ഒക്കെ എന്ന് പറഞ്ഞാല്
കണ്ട് കണ്ട് മടുത്ത സംഭവങ്ങളായിരിക്കും പിന്നെയും വരിക. ആ സെയിം എന്താ പറയാ, ആ കൈയില്ലാത്ത മറ്റേ ബനിയൻ മസിൽ കാണിക്കുന്നു, കുറെ ഡാൻസ് ചെയ്യുന്നു, അതും സെയിം സ്റ്റെപ്പ്. അക്ഷയ് കുമാർ ഉണ്ടല്ലേ മറ്റേ ബൈക്ക് കൊണ്ടൊക്കെ പാറി പോയിട്ട് മറ്റേ സാധനം പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് ചെളി പരിപാടികൾ, അതായത് ഇവർക്ക് നേരം വെളുക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതിന്റെ പാട്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു വമ്പൻ മേക്കിംഗ് ഇതിന്റെ പിറകിൽ നടന്നിട്ടുണ്ട്. കാരണം ഇതിലെ കുറെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സും ആക്ഷൻ രംഗങ്ങളും, പിന്നെ അതുപോലെ ഈ പീരങ്കി വന്നിട്ട് മറ്റേ ഇത് പൊട്ടി തെറിപ്പിക്കുന്നതും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അത് വിഷ്വലി ഭയങ്കര ഒരു എന്താ പറയുക, ജഗപ്പൊക പടം കണ്ട ഒരു ഫീല് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം കുറെ ആക്ഷൻ സീക്വൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ പൃഥ്വിയുടെ ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു സീൻ അത് ഭയങ്കരമായിരിക്കും. ഇതിൽ തന്നെ ഇപ്പോ പൃഥ്വിയുടെ ചിരി, അതുപോലെ പ്രളയം എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഇമ്പാക്റ്റ് ആണ്. വോയിസ് ഡെലിവറി അത് ഭയങ്കരമുണ്ടോ, അതായത് ഡയലോഗ് ഡെലിവറി ഞാൻ ഉദ്ദേശിച്ചത്. ആ സമയത്തുള്ള വോയിസ് ഭയങ്കര സംഭവമാണ്. അതുപോലെ ആ ലാസ്റ്റ് എന്ന് പറഞ്ഞ അലറുന്ന സാധനമൊക്കെ അതൊക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഉറുമി പോലുള്ള സിനിമകളിൽ, അങ്ങനത്തെ സിനിമകളിൽ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് രോമാഞ്ചം ഉണ്ടാക്കുന്നുണ്ട്. ഒരു മലയാളി ആയതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു സ്റ്റാർ ആയി കഴിഞ്ഞല്ലോ പൃഥ്വിരാജ്. അപ്പോൾ ആ ഒരു അറ്റൻഷൻ തീർച്ചയായിട്ടും കിട്ടും. അതറിയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരുടെ ടീം പൃഥ്വിയുടെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പൃഥ്വിരാജിനെ കുറിച്ചാണ്. പ്രതീക്ഷകളും പൃഥ്വിരാജിലാണ്. കാരണം പുള്ളി അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പുറത്തൊക്കെ പോയൊരു സിനിമ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ സലാറിലാണെങ്കിലും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. സെക്കൻഡ് പാർട്ട് വരുമ്പോഴേ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയുള്ളൂ. ഫസ്റ്റിൽ നമുക്ക് അങ്ങനെ അത്ര കാണിച്ചു തന്നിട്ടില്ല. ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് പുള്ളി പവർഫുൾ ആണെന്ന് കാണിക്കുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അത് അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ കഥാപാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിലാണെങ്കിലും പുള്ളി അങ്ങനെ വെറുതെ പോയിട്ട് വെറുതെ ഓക്കെ ഒരു ഹിന്ദി സിനിമ കിട്ടിയിട്ട് അഭിനയിച്ചേക്കാം എന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജിലല്ലല്ലോ പുള്ളി കിടക്കുന്നത്. നല്ല റോള് കിട്ടുകയാണെങ്കിൽ എനിക്കത് ഞാൻ ചെയ്താൽ അതിനുള്ള ഗുണം ഉണ്ടാവും എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ പുള്ളി പോയി തല വെക്കുള്ളൂ. അപ്പൊ എന്തായാലും ട്രെയിലർ 3.5 മിനിറ്റ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഉറപ്പാണ് ഇതൊരു പക്ക ആക്ഷൻ മൂവി ആയിരിക്കും. പ്ലസ് വിഷ്വൽസ് അടിപൊളിയായിരിക്കും. മിക്കവാറും ഗംഭീരമായിട്ടുള്ള കുറെ വിഷ്വൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് പൃഥ്വിരാജും ഇവരും ഫേസ് ടു ഫേസ് വരുന്ന സംഭവം അത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷെ അത് ഇവര് റിവീൽ ചെയ്ത് വിചാരിച്ചു, ഇല്ല അവര് റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാത്ത കമന്റിൽ രേഖപ്പെടുത്തുക. ട്രെയിലറിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നു? പൃഥ്വിരാജ് സുകുമാരൻ ആണോ, അക്ഷയ് കുമാറോ ഉണ്ടോ, ടൈഗർ ഷ്രോഫിനാണോ, അതോ നിങ്ങൾ അത്രയും വലിയൊരു ബോളിവുഡ് മൂവി ഫാൻ ആണോ? എന്തുകൊണ്ടാണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക. ഇത് വീഡിയോ കാണാം. കാണുന്നവരെ